അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. പക്ഷേ നിങ്ങൾ ധിക്കരിച്ചേ. വയനാട് പുനരധിവാസം വൈകുന്നതിൽ ജനരോക്ഷം ശക്തമാകുകയാണ്. ചൂരൽമലയിലേക്ക് പോവുകയാണ് നമ്മൾ. ഇതൊരു സൂചന സമരം മാത്രമാണ്. ഞങ്ങൾ ഇനി അടങ്ങിയിരിക്കില്ല. സത്യം അത്. അടങ്ങിയിരിക്കാൻ ഞങ്ങൾക്ക് വീടില്ലാത്തവരാ. ഞങ്ങൾ പുറത്ത് നടക്കുന്ന ഓടിക്കൂടെ നടക്കുന്ന ആൾക്കാരാ. ഞങ്ങൾ എന്തിനു അടങ്ങിയിരിക്കണം? ഞങ്ങളെ പേരിൽ പിരിച്ചെടുത്ത പണത്തിൽ നിന്ന് ഒരു നികുതി പണത്തിൽ നിന്നും തരേണ്ട ആവശ്യമില്ല. ഒരു നികുതി പണത്തിൽ നിന്നും ആർക്കും ഒന്നും തരേണ്ടതില്ല. ഞങ്ങൾക്ക് വേണ്ടി പിരിച്ചെടുത്ത പണത്തിന്റെ പകുതി ചെലവാക്കിയാൽ ഈ 1500 കുടുംബത്തിനും പുനരധിവസിപ്പിക്കാൻ പറ്റും. തുടർ സമരങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കളക്ടറേറ്റ് ഇനി മറ്റൊന്നുകൂടെ പറയണേ, ഞങ്ങൾക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സഹായിക്കുന്നില്ല എന്ന് പറയുന്നത്. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ഞാനും ഷാജിമോനും ഉത്തരവാദിത്തപ്പെട്ട ആളുകളായിട്ട് സംസാരിച്ചതാ. അവരെ തന്നെ ഞങ്ങളോട് പറയുന്നു, കോടതിയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കോടതി മുഖേന ഞങ്ങൾ സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്. നിലവിൽ ഞങ്ങൾ നൽകിയ പണവും നിങ്ങൾക്ക് വേണ്ടിയുള്ള പണവും ചെലവഴിച്ചാൽ ഉടനെ പണം നൽകുമെന്നാണ്. ഞങ്ങൾ ആ വാക്ക് വിശ്വസിക്കേണ്ടത്. അങ്ങനെ പണം നൽകിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഡൽഹിയിലും പോകും. ഒരു സംശയമില്ല. അതെ, ഞങ്ങളുടെ അടുത്ത പ്രതിഷേധം പൊതുജനത്തെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങളെ ബുദ്ധിമുട്ടി റോട്ടിൽ നിൽക്കുന്നത്. ഇനി എന്തിനു മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. പക്ഷേ ബുദ്ധിമുട്ടിച്ചേ അടങ്ങൂ. ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളെ സഹായിച്ചവരോടാണ്, ഞങ്ങളെ സഹായിക്കാൻ മനസ്സ് കാണിച്ചവരോടാണ്. നിങ്ങൾ വെറുതെ ഖജനാവ് നടക്കുന്നതിന് വേണ്ടി പണം നൽകരുത്. പകരം ഞങ്ങൾക്ക് ആ ആനുകൂല്യം കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് വേണ്ടി പണം നൽകാവൂ എന്നാണ്. ഇനി മുതൽ ഇന്നലെയും 2,44,000 രൂപ മുണ്ടക്കായ് ദുരന്തത്തിന് വേണ്ടി നിങ്ങൾ അറിയോ? ഇന്നലെ 2,44,000 രൂപ മുണ്ടക്കായ് ദുരന്തത്തിൽപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ തീരുമാനം ഞങ്ങൾ ഈ സമരം ഇവിടെ താൽക്കാലികമായി അവസാനിപ്പിക്കുക തന്നെയാണ്. ഒരു തർക്കമില്ല. ഞങ്ങൾ നിയമം കയ്യിലെടുക്കുന്നില്ല. ബഹുമാനപ്പെട്ട CA അടക്കമുള്ള ആളുകളുടെ ഉപദേശം മാനിച്ച് ഞങ്ങൾ സമരം ഇവിടെ അവസാനിപ്പിക്കും. പക്ഷേ ഇതൊരു അവസാനമാകില്ല. ഇതൊരു അവസാനത്തിന്റെ തുടക്കം. ഈ സമരം ഞങ്ങളുടെ അവസാനിപ്പിക്കുന്ന ഒരു തുടക്കത്തിന്റെ അവസാനം. ഞങ്ങൾ അടുത്ത ദിവസം തന്നെ ഈ 17 പേര് ഈ പ്രാഥമിക ലിസ്റ്റിൽ പെടേണ്ട 17 പേരെ ഒഴിവായിട്ടുണ്ട്. രണ്ടാമത്തെ ലിസ്റ്റും 17 കുടുംബങ്ങളെ ഈ രണ്ടാം ലിസ്റ്റിലും പെട്ടിട്ടില്ല. ആ 17 കുടുംബങ്ങളിലെ ആളുകളെയും കൂട്ടിയിട്ട് ഞങ്ങൾ കളക്ടറെ ചെന്ന് കാണും. അതിന് ഉദ്യോഗസ്ഥരെ കൃത്യമായിട്ടുള്ള ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ അവിടെ കുത്തിയിരിക്കും. പിന്നെ ഞങ്ങളെ ജയിലിൽ അടക്കേണ്ടി വരും. അത് മാറ്റല്ല. നിയമം ലംഘിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അവിടെ ഇരിക്കും ഞങ്ങൾ. അത് ജോലിക്ക് വേണ്ട ജോലി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 21 പേരാണ് പൂർണ്ണമായിട്ടും എല്ലാവരും നഷ്ടപ്പെട്ട ഒറ്റപ്പെട്ട ആളുകൾ. അതിൽ 6 മക്കള്, 15 പേരിൽ ഒരു ശ്രുതിക്ക് മാത്രം ജോലി കൊടുത്തു. ബാക്കി 14 പേർക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞാൽ വാഗ്ദാനം പാലിച്ചില്ല. ആ 14 പേരും ഈ 17 പേരും അവരടക്കം ഞങ്ങൾ 31 പേരെ കൂട്ടിയിട്ട് കളക്ടറേറ്റിലിരിക്കും. അതടുത്തന്നെ ഞങ്ങൾ 5 സെന്റ് എന്നോ കാരണം ഒരു കാരണവശാൽ ഞങ്ങൾ അംഗീകരിക്കില്ല. 5 സെന്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കാണിച്ച് 10 സെന്റ് പറഞ്ഞിട്ടാണ് 5 സെന്റ് ആക്കുന്നത്. ഞങ്ങളെ കാണിച്ച് 10 സെന്റ് എന്ന് പറയാ, എന്നിട്ട് പണമെല്ലാം കയ്യിലായതിന്റെ ശേഷം 5 സെന്റ് എന്ന് പറയുന്നത് എന്തിനായ? നോക്കി ഈ വീടൊക്കെ ഇതൊക്കെ പോയ ആളുകളെ. ഇവർ 20 സെന്റ് വീടും 2000 സ്ക്വയർ ഫീറ്റ് വീടാണ്. ഇവർ 1000 മതി ഞങ്ങൾക്ക്. 2000 സ്ക്വയർ ഫീറ്റ് വീടുള്ള ഇവർക്ക് 1000 തരുന്നത് മതി. 15 സെന്റ് സ്ഥലമുള്ള ഈ വീടിന്. പക്ഷെ ഞങ്ങൾക്ക് 10 സെന്റ് മതി. എന്റെ വീട് 2200 സ്ക്വയർ ഫീറ്റാ. അതുപോലെ ഈ ദുരന്തത്തിൽപ്പെട്ട ഒരുപാട് ഈ മുണ്ടക്കായിൽ കറണ്ട് കൊടുക്കാൻ ഭയങ്കര ധൃതി പിടിച്ചു. എന്താ ഈ ചൂരൽമല ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു കേന്ദ്രമാണ് ചൂരൽമല. എന്തുകൊണ്ടാണ് ഈ ചൂരൽമലയിൽ വൈദ്യുതി കണക്ഷൻ കൊടുക്കാത്തത്? എന്നാൽ ഏറ്റവും വലിയ നോ ഗോ സോണായ മുണ്ടക്കായിൽ കറണ്ട് കൊടുത്തു. ഇതൊരു പ്രത്യേക അജണ്ടയുണ്ട് സർക്കാരിന്. ചില ആളുകൾക്ക് അജണ്ടയുണ്ട്. അപ്പോൾ ഈ സമരം ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ പത്രമാധ്യമങ്ങളെ ഞങ്ങളുടെ ദയനീയ അവസ്ഥ കണ്ട് മനസ്സിലാക്കിയിട്ട് ഞങ്ങളുടെ കൂടെ നിന്നതിന് വലിയ നന്ദി നിങ്ങളോടുണ്ട്. വലിയ നന്ദിയുണ്ട്. ഞങ്ങൾ വിഷമിക്കുന്ന ആളുകളാണ്. ഞങ്ങൾ സമരക്കാരല്ല, ഞങ്ങൾ രാഷ്ട്രീയക്കാരല്ല. ഞങ്ങൾ വേദനിക്കുന്നവരാണ്. ഞങ്ങളെ സഹായിച്ചതിന് ഒരുപാട് നന്ദി നിങ്ങളോട് അറിയിക്കുകയാണ്. അല്ലേ സമരം അവിടെ അവസാനിപ്പിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത്. ദുരന്തബാധിതർ ആഷിഖ് റഹ്മാൻ ചേരുന്നുണ്ട്. അവിടെ നിന്നും ആഷിഖ്, തൽക്കാലത്തേക്ക് അവിടുത്തെ സമരം അവസാനിപ്പിച്ചതായാണോ പറഞ്ഞിരിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് ദുരന്തബാധിതർ ഇപ്പോൾ അവിടെ വ്യക്തമാക്കുന്നത്? എന്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നമ്മൾ
വിജയം കാണുന്നത് വരെ വിജയം കണ്ടിരിക്കും. എന്താ സംശയം? കണ്ടിരിക്കും. നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ടാവും, എന്നോടൊപ്പം നിങ്ങളും ഞങ്ങളോടൊപ്പം. വയനാട് പുനരധിവാസം വൈകുന്നതിൽ ജനരോഷം ശക്തമാകുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് ചൂരൽമലയിൽ കണ്ടത്. ആക്ഷൻ കമ്മിറ്റിയുടെ കുടിൽ കെട്ടിയുള്ള സമരം ചൂരൽമലയിൽ തുടരുകയായിരുന്നു. ഏതായാലും പ്രതിഷേധം അവസാനിപ്പിച്ചു എന്നിപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ആഷിഖ് റഹ്മാൻ തുടരുന്നുണ്ട്. ആഷിഖ് പറയാം. ആഷിഖ് പറഞ്ഞോളൂ. ലക്ഷ്മിന്മ, ഇന്നത്തെ പ്രതിഷേധം ഇവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട്. കുടിൽ കെട്ടി കഞ്ഞി വെച്ച് പാലെല്ലാം കാച്ചിയാണ് വലിയൊരു പ്രതിഷേധം. വൈകാരികമായി പ്രതിഷേധം തന്നെയാണ് ഇവിടെ നടത്തിയത്. ശേഷം ഇപ്പോൾ നിലവിൽ പ്രതിഷേധം അവസാനിപ്പിച്ചത് പോലീസുമായി അടക്കം നടത്തിയ ഒരു ചർച്ചയുടെ ഭാഗമായിട്ടാണ് നിലവിൽ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ഈ പ്രതിഷേധം അവസാനിപ്പിച്ചത്. പക്ഷേ തുടർ സമരങ്ങൾ തന്നെ തുടരുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഈ പ്രതിഷേധം പ്രഖ്യാപിച്ചതിന് പിന്നാലെ സർക്കാർ രണ്ടാം ഘട്ട ലിസ്റ്റ് പുറപ്പെടുവിച്ചത്. പക്ഷേ അതിൽ പോലും 17ഓളം പേര്, ഇത്തരത്തിൽ വീട് നഷ്ടമായ 17ഓളം പേര് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല. അവരെയും കൂട്ടി കളക്ടറേറ്റ് മുന്നിൽ പോയി പ്രതിഷേധിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചത്. കളക്ടറെ കണ്ട് സംസാരിക്കും. അതിൽ കൃത്യമായി ഉറപ്പ് ലഭിച്ചെങ്കിൽ കളക്ടറേറ്റ് മുന്നിൽ തന്നെ സമരം ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. നിലവിൽ തങ്ങൾ നിയമം ലംഘിക്കാൻ ഒരുക്കമല്ല. ഈ ബെയിലിപ്പാലം കടന്ന ഒരു നിയമം ലംഘിക്കുന്ന തരത്തിലേക്ക് ഒരു അറസ്റ്റ്, അത്തരത്തിൽ നടപടിയിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. തങ്ങൾ സമരക്കാരല്ല, തങ്ങൾ ദുരന്തബാധിതരാണ്, രാഷ്ട്രീയക്കാരല്ല. ഇങ്ങനെ വൈകാരികമായി പ്രതിഷേധമാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഇതിനൊരു കൃത്യമായ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ, കളക്ടർ അടുത്ത് ചെന്ന് നടത്തുന്ന ചർച്ചകൾ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ നിയമം ലംഘിച്ചുകൊണ്ട് തങ്ങൾ ദുരന്തബാധിതർ പ്രതികരിക്കുമെന്നാണ് ഇവർ പ്രധാനമായി അറിയിക്കുന്നത്. എന്തായാലും ആദ്യഘട്ടം എന്ന സമരം നിലയ്ക്കാണ് ഇപ്പോൾ നിലവിൽ ഈ ചൂരൽമലയിൽ ഇവിടെ പ്രതിഷേധം ആരംഭിച്ചത്. രാവിലെയോടുകൂടി സമരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഞ്ഞി വെച്ച് പാല് കാച്ചിയല്ല വൈകാരികമായി പ്രതിഷേധിക്കുന്നു. പിന്നീട് ഈ ചൂരൽമല ബെയിലിപ്പാലം കടക്കാൻ ശ്രമിക്കുന്നു. അവിടെ പോലീസ് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ വലിയ പ്രതിഷേധം നടക്കുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കഞ്ഞി വെച്ച കഞ്ഞിയെല്ലാം ഇവർ കുടിച്ച് നിലവിൽ പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇവർ പ്രധാനമായും അറിയിക്കുന്നത്. അത് കൂടുതൽ ശക്തമാക്കുമെന്നും പറയുന്നു. കാരണം ഈ ദുരന്തബാധിതർക്ക് ഏകദേശം 7 മാസമായിട്ടും പൂർണ്ണമായ ലിസ്റ്റ് പോലും പുറപ്പെടുവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇവർ ഈ ഒരു സമരം ശക്തമാക്കുന്നത്. എന്തായാലും നിലവിൽ എല്ലാവരും ഇവിടുന്ന് പിരിഞ്ഞു പോവുകയാണ്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ സമരം കൂടുതൽ ശക്തമാക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യം, മറ്റ് സംഘടനകളും പ്രത്യേകിച്ച് ജനകീയ സമരസമിതി നാളെ കളക്ടറേറ്റ് മുന്നിൽ ഏകദിന ഉപവാസം സംഘടിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ പ്രതിഷേധം തുടരുകയാണ്. ഇപ്പോൾ അവിടെ പ്രതിഷേധം നടത്തിയവർ തൽക്കാലത്തേക്ക് സമരം അവസാനിപ്പിച്ചിരിക്കുന്നു. ആഷിഖ് റഹ്മാനാണ് അവിടെ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.